سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. ويل للمصلين الذين هم عن صلاتهم ساهون. وقال أيضا: قد أفلح المؤمنون الذين هم في صلاتهم خاشعون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: حبب إلي من دنياكم الطيب والنساء وجعلت قرة عيني في الصلاة. رواه النسائي وأحمد أو كما قال شفيعنا رسول الله صلى الله عليه وسلم. നമസ്കാരത്തിലേക്ക് മഹത്തുക്കളായ ആൾക്കാർ എപ്രകാരമാണ് കടന്നു വരാറുള്ളത് എന്നതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി തൻ്റെ ഇഹ്യായിൽ രേഖപ്പെടുത്തിയ ചില വാക്കുകൾ ആമുഖമായി വായിച്ചു തുടങ്ങിയതാണ്. അതിനോടനുബന്ധമായ നിലയിൽ വധുവിൻ്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വധുവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മസായിലുകളാണ്, ഫഖ്ഹി വിഷയമാണ്. പൊതുവായ സദസ്സിനത് ചർച്ച ചെയ്യപ്പെടുന്നതിന് അനുയോജ്യമായതല്ല. ആയതിൻ്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ആർക്കും എപ്പോഴും ഏത് സമയത്തും വന്ന് ഉസ്താദുമാരോട് അന്വേഷിക്കാവുന്നതും ചോദിക്കാവുന്നതും ചോദിച്ച് പഠിക്കാവുന്നതുമാണ്. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു തൻ്റെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി രേഖപ്പെടുത്തുന്നത്. മഹാനവറുകൾ പറയുന്നു: ഇദാ ഹാനത്തിസ് സ്വലാത്തു, നമസ്കാരത്തിൻ്റെ സമയമെടുത്താൽ, അസ്ബഹത്തുൽ വുദൂഅ, ഞാൻ വുദൂവിനെ സമ്പൂർണ്ണമാക്കും, വ അതൈതുൽ മൗദിഅ അല്ലദീ ഉരീദു സ്വലാത്ത ഫീഹി, പൂർണ്ണമായും വുദൂ ചെയ്തതിന് ശേഷം എവിടെയാണോ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നമസ്കാര സ്ഥലത്ത് ഞാൻ ചെല്ലും. ഫഅഖഉദു ഫീഹി ഹത്താ തജ്തമിഅ ജബാലിഹി, നമസ്കാരത്തിനെ ഉദ്ദേശിക്കുന്നതായ സ്ഥലത്ത് ചെന്ന് നേരിട്ട് ചെന്ന് ഓടിപ്പിടച്ച് കൈകെട്ടുന്ന രീതി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇടയിൽ കാണാറുണ്ട്. റക്അത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട്. അതേ പ്രകാരം തന്നെ മറ്റേതെങ്കിലും ജോലി തിരക്കുകളിൽ നിന്നും ഓടി വന്ന ആൾക്കാർ അപ്രകാരം ചെയ്യാറുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു മസല പറഞ്ഞു പോവുകയാണ്. നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ തികച്ചും അവർ ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന നിലയിലുള്ള വിചാരത്തോടു കൂടിയായിരിക്കണം പള്ളിയിലെ ഓരോ ചുവടുകളും എന്നുള്ളത്. അത് ജമാഅത്തായുള്ള നമസ്കാരത്തിന് വേണ്ടി ഹാജരാകരായിരുന്നാലും മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോഴാണെങ്കിലും എപ്പോഴും അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന ഒരു മാനസികമായ ഉൾഭയം തൻ്റെ ഹൃദയത്തിന് ഹാജരാക്കിയിട്ട് വേണം പള്ളിയിലെ ഓരോ അമലുകളും സജീവമാക്കുക. മഹാനവറുകളുടെ പറയുന്ന വാക്കെന്താണ്? ഞാൻ നമസ്കാരത്തെ ഉദ്ദേശിച്ചാൽ വുദൂ സമ്പൂർണ്ണമാക്കുകയും നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്നെത്തുകയും എൻ്റെ അവയവങ്ങളെല്ലാം നിശ്ചലമാകുന്നത് വരെയും ഞാൻ കുറച്ച് സമയം സ്വസ്ഥമായി എൻ്റെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളും ഒരു മാനസികമായ സായുജ്യമടയാൻ വേണ്ടി, സാന്നിധ്യമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹൃദയ ബന്ധമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന് നമസ്കാരത്തിലേക്ക് കൈകെട്ടുന്ന രൂപമായിരുന്നില്ല. മറിച്ച് നമസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പ് തന്നെ വുദൂ ചെയ്തു. വുദൂവിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടതായ ശറായിത്തുകൾ, ഫറായിലുകൾ പാലിച്ചു.
അതിനുശേഷം നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്റെ വീടാണെങ്കിൽ വീട്, അല്ലെങ്കിൽ തന്റെ അടുത്തുള്ള നമസ്കാര പള്ളിയാണെങ്കിൽ പള്ളി, അല്ലെങ്കിൽ ജമാഅത്ത് പള്ളിയാണെങ്കിൽ പള്ളി. അതേ പ്രകാരം തന്നെ തന്റെ പ്രസ്ഥാനമാണ്, താൻ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ താൻ ഉദ്യോഗം ചെയ്യുന്ന തന്റെ ഏതെങ്കിലും മേഖലകളിൽ കഴിഞ്ഞുകൂടുന്നവരാണ്, ആ സ്ഥലത്താണ് നമസ്കാരം നിർവഹിക്കാൻ പോകുന്നത്. ആ നിലയിൽ കൂടിയിട്ട് ആ നമസ്കാരത്തിന് മുമ്പായി തന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും, നമസ്കാരത്തിന് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നിശ്ചലമാകുക, തുമഈനത്ത് എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ 9ാമത്തെ ഫർദാണ്. ഇവിടെ സാധാരണ നിലയിൽ ഈ കാര്യം എടുത്തു പറയാറുള്ളത് റുകൂഉം സുജൂദും ഇഅ്തിദാലും ഒക്കെ ചെയ്യുന്ന സമയത്താണ് എടുത്തു പറയാറുള്ളത്. അവിടെ എടുത്തു പറയുന്നതിനുള്ള കാരണം അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിറവേറ്റുന്ന അമലുകളാണ്. ഇഅ്തിദാലായിരുന്നാലും റുകൂആയിരുന്നാലും സുജൂദായിരുന്നാലും അതിനിടയിലുള്ളതായ അതിനുള്ള ദിക്റുകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ സമയമാണ്. 1-2 മിനിറ്റുകൾ കൊണ്ട് പൂർത്തീകരിക്കേണ്ട കർമ്മമായതിന്റെ പേരിൽ ആ കർമ്മത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു എന്ന് മാത്രമാണ്. അതല്ലാത്ത തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയത് മുതൽ സലാം വീട്ടുന്നത് വരെയുമുള്ള നമസ്കാരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എത്രത്തോളം മഹത്തുക്കളായ ആൾക്കാർ, മഹാന്മാരായ ആൾക്കാർ ദിക്റുകൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ പോലും തുമഈനത്തിന്, അനക്കമടങ്ങുന്നതിനെ പാലിക്കുമായിരുന്നു. ഇന്നതൊന്നും നമ്മുടെ യുഗത്തിനോട് പറയാൻ കഴിയുകയില്ല. ഇന്ന് നമുക്ക് ഈണവും പാട്ടും രസവും തോളിൽ കൈയിടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതാണ് ആവശ്യമായത്. മഹത്തുക്കളായ ആൾക്കാർക്ക്, അല്ലാഹുവുമായി ബന്ധമുള്ള ആൾക്കാർക്ക് അവരുടെ ആവശ്യകത എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് ആ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി പൂർണ്ണമാകുന്നത് വരെയും അത്രയും സമയം തന്റെ ഉടമസ്ഥനായ റബ്ബിന് തന്റെ മനസ്സും തന്റെ ശരീരവും തന്റെ ഓരോ രോമകൂപങ്ങളും പണയം വെക്കുന്നതിന് സമാനമായി, അടിയറ വെക്കുന്നതിന് സമാനമായി തന്റെ ഓരോ അവയവങ്ങളെയും നിശ്ചലമാക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിലെ ഒരു ഫർദാണ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു ഖിയാമിൽ തന്നെ നമസ്കാരത്തിൽ ഇമാമോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം ഫാത്തിഹ ഓതുന്നതിന്റെയും സൂറത്ത് ഓതുന്നതിന്റെയും ഇടയിൽ എത്ര അനക്കങ്ങളാണ് നാം അടങ്ങാറുള്ളത്. നമ്മൾ ആടിയും പാടിയുമാണ്. ചിലരൊക്കെ ഒരു കാലിൽ നമസ്കരിക്കുന്നവരാണ്. മറ്റു ചില ആൾക്കാർ, ഞാൻ ഇത് വിശദീകരിക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ വൈകല്യങ്ങളും ന്യൂനതകളും പറയുന്നു എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മസായിലുകൾ പറയേണ്ടത് പൊതുവേദികളിലല്ല. മസായിലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമായ അല്ലെങ്കിൽ ഉഹ്റബിയായ പണ്ഡിതന്മാരോട് ബന്ധപ്പെട്ട് തന്റെ നമസ്കാരത്തിൽ നിമിതങ്ങൾ അപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. വന്ന് ചോദിക്കുന്നവർക്ക് ഒളു ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. സഹാബാക്കൾ നിമിതങ്ങൾ ഒളു ചെയ്ത രീതിയിൽ അതിന്റെ താബീയങ്ങളായ ആൾക്കാർ കാണിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഇവിടെ ആ വാക്കുകൾ പറയുന്നു എന്ന് മാത്രം, ആരുടെയും വൈകല്യവും ന്യൂനതയും പറയലല്ല നമ്മുടെ ഉദ്ദേശം. ആർക്കും അപ്രകാരം തോന്നുകയും വേണ്ട. ഏതെങ്കിലും നിലയിലുള്ള ദീനിയായ അഹ്കാമുകൾ, ശർഈയായ അഹ്കാമുകൾ അത് അതിന്റെ തനതായ രൂപത്തിൽ സമൂഹ മധ്യയെ വിളമ്പിക്കൊടുക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഉലമാക്കളുടെ ദൗത്യവും ഉത്തരവാദിത്വവുമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ പേരിൽ മറ്റേതെങ്കിലും നിലയിലുള്ള വിഷയങ്ങളിലേക്ക് ഈ വാക്കുകൾ ഒരിക്കലും ചേർക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും നമസ്കാരത്തിൽ അനക്കമടങ്ങുക എന്ന് പറയുന്നത് റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും മാത്രമല്ല, നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതിന് മുമ്പായി താൻ നമസ്കരിക്കുന്ന സ്ഥലത്ത് സഫിൽ വന്ന് നിന്നതിന് ശേഷം തന്റെ ഓരോ അവയവങ്ങളും നിശ്ചലമായതിനു ശേഷം മാത്രമാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നിയ്യത്തോടുകൂടി നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. മഹാന്മാരുടെ പതിവ് പറയുകയാണ്, നമസ്കാരത്തിൽ തുമഈനത്ത് സൂക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമസ്കാരത്തിൽ എടുപിടിയെന്ന് വന്ന് ഓടിച്ചാടി വന്ന് നമസ്കരിക്കുമ്പോൾ അതൊരിക്കലും സമ്പൂർണ്ണമാകാത്തതിന്റെ പേരിൽ, സാധ്യമാകാത്തതിന്റെ പേരിൽ മഹാന്മാരായ ആൾക്കാർ അതിന് മുമ്പ് തന്നെ സമയം കണ്ടെത്തുമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ എന്റെ അവയവങ്ങളെല്ലാം എന്റെ പിടിയിൽ ഒതുങ്ങുന്നത് വരെയും എന്റെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയത്തക്ക നിലയിൽ എന്റെ അവയവങ്ങളെ പാകമാക്കിയതിനു ശേഷമാണ് ഞാൻ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. എന്റെ അവയവങ്ങളെല്ലാം എന്നോടൊപ്പം, എന്റെ മനസ്സിനോടൊപ്പം നമസ്കാരത്തിൽ ആണ്, അല്ലാഹുവിന്റെ മുമ്പിലാണ്.
ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വാഗ്ദാനം ചെയ്യുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്, എടുത്തു പറയുകയാണ്, ഞാൻ എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ എന്റെ ജീവിതത്തിന്റെ സർവ്വസമയങ്ങളും അർപ്പണം ചെയ്തിരിക്കുന്ന ഒരു ദാസനാണ്. ആ നിലയിലാണ് ഞാൻ നമസ്കാരത്തിലേക്ക് വരുന്നത് എന്ന് പ്രതിജ്ഞ എടുക്കാൻ പോകുന്നതിന് മുമ്പായി തന്നെ ആ കാര്യം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടായിരുന്നു മഹത്വ കാര്യങ്ങളിലേക്ക് നടന്നിരുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിൽ പള്ളിയിലേക്ക് കയറി വരുമ്പോ ജമാഅത്ത് നടക്കുന്നു, റക്അത്ത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ അത് നമുക്ക് ഓരോരുത്തർക്കും വിഷയമല്ല. നമ്മൾ അതിന്റെ കാര്യങ്ങളെ പാലിച്ച്, സുന്നത്തുകളെ പാലിച്ച് ജമാഅത്ത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ തീർച്ചയായും ആ നിയ്യത്ത് അല്ലാഹു സഫലീകരിക്കും, അല്ലാഹു സ്വീകരിക്കും. പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷം ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി, ഓടി ശബ്ദമുണ്ടാക്കി, നമസ്കാരക്കാർക്ക് വസ്വാസം ഉണ്ടാക്കി, നമസ്കാരത്തിലിരിക്കുന്ന ആൾക്കാർ, ഖുർആൻ ഓതുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മുടെ പതിവാണ്. വളരെ പ്രാവശ്യം ആവർത്തിച്ച് ഉസ്താദ് അവരുടെ പറഞ്ഞതാണ്, നിങ്ങൾ പള്ളിക്ക് സലാം പറയണ്ട, പള്ളിക്ക് സലാം പറയണ്ട. പള്ളിക്കുള്ള സലാം എന്ന് പറയുന്നത് തഹിയ്യത്താണ്, തഹിയ്യത്തുൽ മസ്ജിദാണ്. പള്ളിയിൽ കയറുന്ന ഒരാൾക്ക് ആ പള്ളിയോട് അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിക്കേണ്ട 2 റക്അത്ത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിലിരിക്കുന്ന ആൾക്കാർ, ഖുർആൻ ഓതുന്ന ആൾക്കാർ, അതേ പ്രകാരം തന്നെ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുന്ന ആൾക്കാരുടെ മാനസികമായ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു ഒച്ചപ്പാടുണ്ടാക്കി, ഒരു ബഹളമുണ്ടാക്കി, ഞാനിവിടെ വന്നൊന്ന് അറിയിക്കാനാണോ? അല്ലാഹുവാണ് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോ ഇത് എന്നിലേക്കാണ് ഞാൻ ചൂണ്ടുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആരെയും പഴിചാരാൻ വേണ്ടിയിട്ടല്ല. ആയതിന്റെ പേരിൽ നമസ്കാരത്തിന് വേണ്ടി ഹാജരാകുന്ന മഹത്തുക്കളുടെ ആ പതിവായിരുന്നു. അവർ ഓരോ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വന്നാൽ തന്റെ നമസ്കാരത്തിന് വേണ്ടി ഹാജരാകുന്നതിന് മുമ്പായി താൻ വന്ന ആ ചലനങ്ങൾ, പള്ളിയിലേക്ക് നടന്നു വന്ന ആ ചലനങ്ങൾ തങ്ങളുടെ മനസ്സുകളുണ്ടാകും, തന്റെ അവയവങ്ങളിലുണ്ടാകും. ആ മനസ്സും അവയവങ്ങളും ആ ചലനത്തിൽ നിന്ന് സുഖൂനുണ്ടാകണം, നിശ്ചലമാകണം. ആ നിശ്ചലമായതിനു ശേഷം മാത്രമേ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമായിരുന്നുള്ളൂ. മഹാന്മാരുടെ വാക്കുകളാണ്, ഹത്താ തജ്തമിഅ ജവാരിഹി, എന്റെ അവയവങ്ങളെല്ലാം എന്റെ കൈപ്പിടിയിൽ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ ചിന്താഗതിയിൽ ഒരുമിച്ച് കൂടുന്നത് വരെയും ഞാൻ അല്പം ശാന്തനാകും, നിശ്ചലമാകും. സുമ്മ അഖൂമു ഇലാ സ്വലാത്തി, എന്നിട്ട് ഞാൻ എന്റെ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും. നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായി തന്നെ തന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കാൻ പോവുകയാണ്. അതിന് മുമ്പായി തന്റെ ദുനിയാവിന്റെ, തന്റെ വരവിന്റെ അല്ലെങ്കിൽ തന്റെ മേഖലകളുടെ എല്ലാ കാര്യങ്ങളെയും വിട്ടുമാറ്റി വെച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി മാത്രം സമയം നൽകപ്പെടാൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അവസ്ഥയാണ് പറഞ്ഞത്. എന്റെ അവയവങ്ങളെല്ലാം സജീവമായി, നിശ്ചലമായി, എന്റെ മനസ്സ് അല്ലാഹുവുമായിട്ടൊന്ന് ലയിച്ചു ചേർന്ന് ആ ഒരു സാഹചര്യം സംജാതമാക്കിയതിനു ശേഷം സുമ്മ അഖൂമു ഇലാ സ്വലാത്തി, എന്നിട്ട് ഞാൻ എന്റെ നമസ്കാരത്തിലേക്ക് എഴുന്നേക്കും. അഥവാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഖാമത്തിൻ്റെതായ ബന്ധവുമായി ബന്ധപ്പെട്ട് സഫ് പൂർത്തീകരിക്കുന്ന സമയ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണർത്തിയിരുന്നു. പല സഹോദരങ്ങളും അത് കേട്ടതിനു ശേഷം വളരെ ആർജവത്തോടുകൂടി, സന്തോഷത്തോടുകൂടി എത്രയും പെട്ടെന്ന് ജമാഅത്തിന് സഫ് പൂർത്തീകരിക്കണമെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്നതായി കുറഞ്ഞ സഹോദരങ്ങളാണെങ്കിലും കാണാൻ കഴിഞ്ഞു. അല്ലാഹു ആ അമൽ ചെയ്ത സഹോദരങ്ങൾക്ക് ആ മാനസികമായ തന്റെ അമലുകൾ, തന്റെ ഇബാദത്തുകൾ തന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ശരിയായ നിലയിൽ നിറവേറ്റണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ മാത്രമാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോരുത്തരെയും ഈ വരവും നമ്മളുടെ ഈ ചിലവും നമ്മളുടെ ഈ സമയവും ഒക്കെ ബാക്കി ഏത് കാര്യങ്ങൾ ചിലവഴിച്ചാലും ചിലപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ കിട്ടുമായിരിക്കാം, 10,000 കിട്ടുമായിരിക്കാം, 1000 കിട്ടുമായിരിക്കാം, 100 കിട്ടുമായിരിക്കാം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയാണ് ഒരു സെക്കൻഡ് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിന്തയിലായി, ആലോചനയിലായി, അല്ലാഹുവിന്റെ ഇബാദത്തിലായി നാം സമയം ചിലവഴിക്കുമ്പോൾ അത് പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകൾ കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന് സമാനമായ പ്രതിഫലം എനിക്ക് നിങ്ങൾക്ക് കരഗതമാകാൻ ഞാൻ നിങ്ങളും എന്റെയും നിങ്ങളുടെയും റബ്ബിനുമായിട്ട് മാനസികമായി ബന്ധപ്പെട്ടിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് കരസ്ഥമാക്കാൻ കഴിയും. അത് കോടികളല്ല, ദുനിയാവ് മാത്രമല്ല, ദുനിയാവിനെ പോലെ 10 ദുനിയാവ് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായ പ്രതിഫലമാണ് ഒരു മിനിറ്റ് സമയം തന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടി തന്റെ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മാനസികമായ സായുജ്യമടയുക എന്ന് മഹാന്മാരുടെ വാക്കുകൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ
ഇതിനെല്ലാം വളരെ രേഖയും അടിസ്ഥാനവുമാണ്. എനിക്കത്തെ ഏതായിരുന്നാലും എന്റെ അവയവങ്ങളെല്ലാം ശിഥിലമായി മാനസികമായി ഒരു ശാന്തതയുണ്ടാക്കിയതിനു ശേഷം ഞാൻ എന്റെ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും. ഞാൻ എന്റെ നെറ്റിക്ക് നേരെ അല്ലെങ്കിൽ എന്റെ രണ്ട് പിരികങ്ങൾക്കിടയിലായിട്ട് അഥവാ നെറ്റിത്തളത്തിന്റെ അഭിമുഖമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം അത് നേർക്ക് നേരെ കാണുന്നു എന്ന ധാരണയോടുകൂടി ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിലാണ് അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. ഒരു വസ്തുവിനെ അഭിമുഖീകരിക്കലല്ല അവിടെ. കഅബാലയം എന്നതോ ഹജറുൽ അസ്വദ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹറമോ എന്ന പവിത്രതയല്ല. അതിനേക്കാൾ ഉപരിയായി ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിലാണ്. ആ റബ്ബിനെ നേർക്ക് നേരെ കാണുന്നതിന് സമാനമായ നിലയിൽ കഅബാലയം തന്റെ ഹൃദയത്തിൽ പ്രകടമാകത്തക്കതിൽ കൂടിയിട്ട് ഞാൻ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്റെ മുൻഭാഗത്ത് ഖിബലയെ ഞാൻ ദർശിക്കുന്നു. എന്റെ അകക്കണ്ണുകൊണ്ട് ബാഹ്യമായ വസ്തുക്കൾ കൊണ്ട് കണ്ട് ദർശിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ആരാധിക്കുന്ന ഒരു സമൂഹമല്ല ഇസ്ലാമിക സമൂഹം എന്നുള്ളത്. മറിച്ച് ആത്മീയതയാണ്. അള്ളാഹുവിന്റെ സംഭാഷണം, അള്ളാഹുമായുള്ള അഭിമുഖീകരണം മനസ്സിനോട് മനസ്സാണ്, ആത്മാവിനോട് ആത്മാവാണ്. ഇന്ന സ്വലാത്തി വനസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക പരിപാലകനായ അള്ളാഹുവിന്റെ സമക്ഷത്തിലാണ് ഞാൻ ഹാജരായി നിൽക്കുന്നത് എന്നൊരു മനുഷ്യൻ പറയുമ്പോ ആ മനുഷ്യന്റെ നാവിൽ പരിമിതമാകുന്ന വാക്കല്ല, തന്റെ ഹൃദയത്തെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ചേർക്കുകയാണ്. ആ മാനസികമായ അവസ്ഥയോടുകൂടി ഞാൻ എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ കഅബാലയത്തെ നേർക്ക് നേരെ കാണുന്നത് പോലെയും സ്വർഗം എന്റെ വലതുഭാഗത്ത് തയ്യാറാക്കപ്പെട്ടതുപോലെയും ഇടതുഭാഗത്തായി നരകത്തിന്റെ ഭയാനകതകളെ ഞാൻ ബോധ്യപ്പെട്ടുകൊണ്ട് മലക്കുൽ മൗത്താകുന്ന അസ്റായീൽ അലൈഹിസ്സലാം അതെന്റെ പിന്നിൽ എന്നെ കാത്തു നിൽക്കുന്നു. എന്താണ് പിന്നിൽ അസ്റായീൽ അലൈഹിസ്സലാം നിൽക്കുന്നതിനുള്ള കാരണം? എന്റെ നമസ്കാരത്തിന്റെ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷമാണ്. ഞാൻ ഈ നമസ്കാരം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി എന്നെ അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് സമാധാനം പറയാൻ കഴിയും? നമ്മൾ ഓരോരുത്തരും കാണാറുണ്ട്, നമസ്കാരത്തിൽ വന്നപ്പോ ഹാജരായി നിന്നവർ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. വലിയ വാർത്തയാണ്. ജമാഅത്തായുള്ള നമസ്കാരത്തിന് സുജൂദിൽ കിടന്നപ്പോ പിന്നെ സുജൂദിൽ എഴുന്നേറ്റാതെ ആ നിലയിൽ തന്നെ മരണപ്പെട്ടു. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിന്റെ ഒട്ടനവധി പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്റെ ഈ നമസ്കാരത്തിൽ നിന്ന് സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് അല്ലാഹുവിനോട് യാത്ര പറഞ്ഞ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുമോ? അതിനുള്ള അവസരം എനിക്ക് നൽകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാമിനെ എന്റെ തലയ്ക്ക് മീതെ എന്റെ റൂഹിനെ പിടിക്കാൻ ഇതാ സന്നദ്ധനായി നിർത്തിയിരിക്കുന്നു എന്ന മാനസികമായ ചിന്തയോട് കൂടിയായിരിക്കും ഞാൻ നമസ്കാരത്തിൽ നിൽക്കുന്നത്. ഞാൻ നിറവേറ്റുന്നത് എന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി വലതുഭാഗത്തായി സ്വർഗത്തെയും ഇടതുഭാഗത്തായി നരകത്തെയും പിൻഭാഗത്തിലായി മലക്കുൽ മൗത്തിനെയും അഭിമുഖീകരിക്കുന്നത് കഅബാലയത്തിന്റെ ദർശനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നമസ്കാരത്തിലേക്ക് എന്റെ അവസാന നമസ്കാരമാണെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ നമസ്കാരത്തിൽ കൈകെട്ടുകയാണ്. പിന്നീട് നമസ്കാരത്തിൽ നിലകൊള്ളുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതിന് മുമ്പായി തന്നെ മനുഷ്യ മനസ്സുകളിൽ ഞാൻ നിലകൊള്ളുന്നത് എപ്രകാരമാണ്? മനുഷ്യൻ അല്ലാഹു എന്റെ ഈ നമസ്കാരം സ്വീകരിക്കും, അംഗീകരിക്കും, അല്ലാഹു എന്നെ അനുഗ്രഹിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്റെ ഈ നമസ്കാരം ഉടമസ്ഥനായ റബ്ബ് പഴന്തുണികൾക്ക് സമാനമായ നിലയിൽ എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുമോ എന്ന ഭയത്തോടുകൂടി ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മാനസികമായ അവസ്ഥയ്ക്കാണ് തഖ്വ എന്ന് പറയുന്നത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അപ്രകാരം തഖ്വയെ വിശദീകരിച്ചിട്ടുമുണ്ട്. ഏതായിരുന്നാലും മഹാനവറുകളുടെ നമസ്കാരത്തിന്റെ മനസാന്നിധ്യമാണ് പറയുന്നത്, മാനസികമായ അവസ്ഥയാണ് പറയുന്നത്. ബൈനൽ ഖൗഫി വർ റജാഇ,
അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു എന്റെ ഈ അമലിനെ സ്വീകരിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി അതേ പ്രകാരം തന്നെ എന്റെ അനുസരണക്കേടും എന്റെ അമലുകളിലുള്ളതായ അതിന്റെ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിനുള്ള വീഴ്ചയും ഇതെല്ലാം കാരണമായിട്ട് ഇത് തള്ളിക്കളയുമോ എന്നുള്ള ഭയത്തോടുകൂടിയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആൾക്കാർ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു നമസ്കാരത്തെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പതിറ്റാണ്ടുകളായി നമസ്കരിക്കുന്ന എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഓരോരുത്തരും അവരവരോട് അവരുടെ അമ്മാവരെ കൈവയ്ക്കും, സ്വന്തമായി ആലോചിക്കും. അങ്ങോട്ട് നോക്കാൻ എളുപ്പമാണ്, എക്സിനെ നോക്കാൻ എളുപ്പമാണ്, വൈയെ നോക്കാൻ എളുപ്പമാണ്, ഇസക്കിനെ നോക്കാൻ എളുപ്പമാണ്. സ്വന്തം മാറിലെ കൈ നീട്ടാൻ, സ്വന്തം മാറിലെ കൈവെക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുമോ? ആ കാലഘട്ട പാത്രത്തിലേക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എക്സോ വൈയോ ഇവണ്ടോ ആരുമാകട്ടെ അവരും അവരുടെ ഉടമസ്ഥരായ റബ്ബുമായുള്ള ബന്ധമാണ് നമസ്കാരം. അതുകൊണ്ട് ഇതരെ ചൂണ്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അല്ലാഹ് എന്ന പദം നാവിലൂടെയാണ് പുറപ്പെടുന്നതെങ്കിലും അതിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം അത് മനുഷ്യ ഹൃദയത്തിൽ നിന്നാണ്, മുഅ്മിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈമാനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ വിശ്വസിക്കുന്നത് നാവ് കൊണ്ട് പറയൽ യഥാർത്ഥത്തിൽ ഒരു സുന്നത്തായ അമല് മാത്രമാണ്. മനുഷ്യ മനസ്സുകളുടെ ഉള്ളിലാണ് ഈമാനിന്റെ ഉറവിടമുണ്ടാകേണ്ടത്. ആ ഈമാനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് നൽകുന്നത് മാനസികമായ ബന്ധമാണ്. വഹ്ദാനിയത്ത് അല്ലാഹ് എന്ന് പറയുന്ന പദം എന്റെ മനസ്സിൽ നിന്ന് പുറപ്പെട്ടാൽ ആ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്ക് മുഴുവൻ ലോകവും കിടുങ്ങിപ്പോകുന്നതിന് കാരണമായി തീരും. മഹത്വക്കടവായിൽ നിന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് പോലും ആ വാക്ക് കേട്ടപ്പോൾ മുശ്രിക്കീങ്ങളായ ആൾക്കാർ വിറച്ച് നിലപ്പതിച്ചു പോയിട്ടുള്ള കാര്യം എനിക്ക് നിങ്ങൾക്കും ചരിത്രത്തിൽ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഇരിക്കട്ടെ, അത്രത്തോളം ഒന്നും എത്തിയില്ല എങ്കിലും എന്റെ ഉടമസ്ഥനായ റബ്ബ് ഇത് സ്വീകരിക്കണം, എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ഹാജരാകാൻ പോകുന്നത് എന്ന ഒരു മാനസിക ചിന്താഗതി മുൻപിൽ ഉണ്ടാക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടോ? വളരെ മാനസികമായ അടിത്തറയോടുകൂടി, മാനസികമായ ഉറപ്പോടുകൂടി ഞാൻ അല്ലാഹുവിന്റെ തക്ബീറിന്റെ ധ്വനികൾ ഞാൻ മുഴക്കുകയാണ്. എന്നിട്ട് നമസ്കാരത്തിന്റെ ആമുഖമാകുന്ന ഇഫ്തിതാഹിന്റെയും സനാഇന്റെയും വജ്ജഹത്തിന്റെയും ഒക്കെ മഖാമുകൾ കഴിഞ്ഞതിന് ശേഷം വളരെ സാവകാശമായി ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. നമസ്കാരത്തിൽ ഓതേണ്ട നിർബന്ധമാകുന്ന ഫാത്തിഹ, ആ ഫാത്തിഹയുടെ ഓരോ ഹർഫുകളും അതിന്റെ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥാനങ്ങളും ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാറുണ്ട്. ഓരോരുത്തരുടെയും ഫാത്തിഹയെ സംബന്ധിച്ച് വിലയിരുത്താനും വിധി എഴുതാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷെ സ്വന്തം ഫാത്തിഹ ശരിയാണോ എന്ന് ചോദിക്കാൻ തന്റെ നഫ്സിനോട് ചോദിക്കാൻ ആർക്കൊക്കെ സാധ്യമാകും? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പറയാൻ കഴിയും. ആരുടെയൊക്കെ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരുടെയൊക്കെ ഖിറാഅത്തിനെ സംബന്ധിച്ച് വിലയിരുത്താൻ ഞാൻ നിങ്ങളും ആളാകണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അതിനുണ്ടാകുന്ന യോഗ്യത ആദ്യമായി ഉണ്ടാകണം. ആ യോഗ്യത സമ്പാദിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഓക്കെ, അതിന് മാന്യമായി കൽപ്പിക്കാം. ഇത് സ്വന്തം കാലിൽ ഒരു മന്തുള്ളപ്പോൾ രണ്ട് കാലിൽ മന്തുള്ള ആളിനെ സംബന്ധിച്ച്, പഴിചാരുന്നവരെ സംബന്ധിച്ച് ഖേദകരമാണ്, ദുഃഖകരമാണ്. മാനസികമായ അവസ്ഥയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവരെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും മഹാന്മാരായ ആൾക്കാരുടെ നമസ്കാരത്തിന്റെ രൂപമാണ് വളരെ സാവകാശമായി നിർത്തി ഫാത്തിഹ ഓതും. അതിനുശേഷം സുന്നത്തായ സൂറത്തുകൾ, നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഞാൻ പാരായണം ചെയ്യും. വളരെ വിനയത്തോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ താഴ്മ കാണിച്ചുകൊണ്ട് റുകൂഅ് ചെയ്യും. മാനസികമായ ഭക്തിയോടുകൂടി ഹൃദയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യും. ഞാൻ ഇടത് ചന്തിയുടെ മേൽ ഞാൻ അത്തഹിയ്യാത്തിൽ ഇരിക്കും. ഞാൻ എന്റെ പാദത്തിൻ്റെതായ പുറം ഭാഗത്തെ ഭൂമിയിലാക്കി വിരിച്ച് ഇഫ്തിറാഷിന്റെ ഇരുത്തമിരിക്കുക, തബറത്തിന്റെ ഇരുത്തമിരിക്കുക എന്നൊക്കെ പറയുന്ന
നമസ്കാരത്തിലെ ആദ്യത്തെ തഹിയ്യാത്തിന്റെയും അവസാനത്തെ തഹിയ്യാത്തിന്റെയും രൂപങ്ങളാണ്. ആ നിലയിൽ കൂടിയിട്ട് ഞാൻ അതിനെ പാലിച്ചുകൊണ്ട് അത്തഹിയ്യാത്തിൽ ഇരിക്കും. വഅഖഉദു അലൽ ബർക്കിൽ ഐസ്രി വഅഫ്രിഷു നഹറ ഖദമിഹാ വഅൻസിബുൽ ഖദമൽ യുംന അലൽ ലിബ്ഹാമി. തള്ളവിരലിന്റെ മേൽ വിരലുകളുടെ പള്ള ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിൻ്റെതായ സുജൂദിന്റെയും ഇടയിലുള്ള ഇരുത്തത്തിന്റെയും അത്തഹിയ്യാത്തിന്റെയും രൂപങ്ങളിൽ കാലിന്റെ വെള്ളകൾ ഭൂമിയിൽ പതിപ്പിച്ച് ഞാൻ സുജൂദ് ചെയ്യും. എന്നിട്ട് ഞാൻ വളരെ നിഷ്കളങ്കമായ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനോട് കൂടി തന്നെ അള്ളാഹുവിന്റെ സമക്ഷത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന ചിന്ത നമസ്കാരത്തിൽ ഹാജരാക്കാൻ വേണ്ടി ഞാൻ വല്ലാതെ പാടുപെടുകയും പരിശ്രമിക്കുകയും ചെയ്യും. മഹാന്മാരായ ഉലമാക്കൾ സൂഫിവര്യന്മാരായ ആൾക്കാർ പറയുന്നു, പിന്നീട് ഈ നമസ്കാരത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോ ഇത്രയും സൂക്ഷ്മതയോടുകൂടി നമസ്കരിച്ച നമസ്കാരത്തെ സംബന്ധിച്ച് തന്റെ മനോഭാവം എന്താണ്, തന്റെ ചിന്ത എന്താണ്, മഹാനവറുകൾ പറയുകയാണ്, ഇത്രയും സൂക്ഷ്മതയോടുകൂടി നിറവേറ്റിയ ഈ നമസ്കാരമാണെങ്കിൽ പോലും ആ നമസ്കാരം എന്നിൽ നിന്നും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയുകയില്ല. അതല്ല, ഇത് അല്ലാഹു തആല തള്ളിക്കളയുമോ? ഇത് മാനസികമായ അവസ്ഥയിൽ മഹാന്മാരായ ഉലമാക്കളുടെ സൂഫിവര്യന്മാരായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ നമസ്കാരത്തിന്റെ ഒരു രൂപമാണ്. ഈ രൂപവും നമ്മളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മഹാനവറുകൾ തന്നെ തുടർന്ന് എഴുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരം ലഭിക്കുമ്പോഴാകാം അല്ലാഹു നന്മയിൽ യോജിക്കുവാനും നന്മയെ പിൻപറ്റുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.